MLA ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന സംഭവം സുധാകരൻ ഒറ്റക്കല്ല, ജനങ്ങളുണ്ട്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് സുധാകരനോടൊപ്പം ഉണ്ടാവും. ഈ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം CPM നേതാവ് എന്ന നിലയിൽ CPM രാജിവെച്ചിട്ടാണ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് നിന്ന് രാജിവെച്ചവരെ എത്ര പേരെ കോൺഗ്രസിനെ അപഹസിച്ചു കൊണ്ടുപോയിട്ട് CPM സ്വീകരിച്ചിട്ടുണ്ട്. CPM അവർക്ക് മാലയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്നല്ലേ അന്ന് അവർ പറഞ്ഞത്. ഇവരിപ്പോഴും നന്നാവാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തെളിവാണ് ഇത്തരം കാര്യങ്ങൾ. MLAയെ പൊതുവേദിയിൽ വെച്ച് വിചാരണ ചെയ്യുന്നവർ ശ്രമിക്കുക. ആ കാലമാണോ ഇത്? CPMൻ്റെ അണികൾ പോലും ഇത് അംഗീകരിക്കുമോ? ആ അണികളടക്കം വോട്ട് നൽകിയിട്ടില്ല സുധാകരനെ ജയിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് നിങ്ങളുടെ നയങ്ങളുള്ള പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണ് സുധാകരൻ്റെ ഈ ഭൂരിപക്ഷം. അത് മനസ്സിലാക്കിയിട്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം നിങ്ങൾ MLA പൊതുമധ്യത്തിൽ വിചാരണ ചെയ്യുക, മോശനം ചെയ്യുക. MLAയുടെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളെ പാർട്ടി നേതാക്കന്മാർക്ക് പ്രസംഗിക്കാം, അല്ലെങ്കിൽ പറയാം. നിയമസഭയുണ്ട്, അവിടെ സംസാരിക്കാം. അതല്ലാതെ MLA വഴി നടക്കുമ്പോൾ തടയാനും പിടിക്കാനും വിചാരണ ചെയ്യാനും പോകുന്നത് നിങ്ങൾ പഴയ ഫാസിസ്റ്റ് സ്റ്റൈൽ ഇപ്പോഴും തുടരുകയാണ്. 10 കൊല്ലം ഭരിച്ചതിൻ്റെ അത് കംപ്ലീറ്റ് ഇറങ്ങിയിട്ടില്ല അതിൻ്റെ തെളിവാണ് ഇത്. മനസ്സിലായില്ലേ? അതിൻ്റെ ആ അഹങ്കാരവും ധിക്കാരവും ഇപ്പോഴും അവരെ പിന്തുടരുന്ന തെളിവാണ്. അവർ പാർട്ടി നിയന്ത്രിക്കണം ഇത്തരക്കാരെ. അവർക്ക് ജനങ്ങളിൽ വിശ്വാസം വീണ്ടും വീണ്ടെടുക്കണമെങ്കിൽ ഇത്തരം നടപടികളാണ് അവസാനിപ്പിക്കേണ്ടത്. അതിന് പകരം ഇത്തരം നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും തെറ്റായ കാര്യമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഏതെങ്കിലും ജനപ്രതിനിധിയെ ഭീഷണിപ്പെടുത്തിയിട്ട് തെരുവിൽ തടയാനൊക്കെ മെനക്കെട്ടാൽ CPMലെ ജനപ്രതിനിധികൾക്ക് നടക്കാൻ പറ്റുമോ? UDF തീരുമാനിച്ചാൽ അതുപോലെ അതവർ മനസ്സിലാക്കണം. ജനപ്രതിനിധികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കയറി പിടിക്കുക, അവരെ തെരുവിൽ ചോദ്യം ചെയ്യുക, ഇതൊന്നും ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യമല്ല. ഭൂഷണമായ കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾ എതിർക്കൂ, വിമർശിക്കൂ, അതിനൊന്നും ആർക്കും തെറ്റില്ല. പക്ഷേ ഈ രീതി അവസാനിപ്പിക്കും.